കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ദളപതി വിജയ് അണ്ണനെ കാണണം. അതിന് താനൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് നടക്കുകയാണ് ദമ്പതികൾ. ഡ്രൈവറായ KS മുഹമ്മദ് റാഫിയും ഭാര്യ CP ഉമ്മു ഷഹനാമോളും ചേർന്നാണ് ചെന്നൈയിലേക്ക് നടക്കുന്നത്. വിജയുടെ കടുത്ത ആരാധകരാണ് ഇരുവരും. സിനിമകളിലൂടെ വിജയ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ അത്രയേറെ ഇഷ്ടമാണ്. നേരിൽ കാണാനുള്ള ആഗ്രഹം പണ്ടേയുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് പാർട്ടിയുണ്ടാക്കി മത്സരിച്ച് ജയിക്കുകയും മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയും ചെയ്തതോടെ ആ ആഗ്രഹം കടുത്തു. ചെന്നൈയിലെത്തി അദ്ദേഹത്തെ കാണാൻ തന്നെ തീരുമാനിച്ചു. നടന്നു പോകാനായിരുന്നു ആഗ്രഹം. പാലക്കാട് വഴിയാണ് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത്. ഇരുവരുടെയും കൈവശം ടെന്റുണ്ട്. രാത്രി നല്ലൊരിടം കണ്ടെത്തി അവിടെ ടെന്റ് കിട്ടും. കിടതുറങ്ങി രാവിലെ യാത്ര തുടരും. ചെന്നൈയിലെത്തിയാൽ എങ്ങനെയാണ് വിജയെ കാണുകയെന്നൊന്നും ഇരുവർക്കും അറിയില്ല. നമ്മുടെ കുറെ നാളത്തുള്ള ആഗ്രഹമാണ് ദളപതിയെ നേരിട്ട് കാണണമെന്ന്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ പുറപ്പെട്ടു. അതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ താന്നൂരിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെന്നൈ വരെയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഇവിടുന്ന് 644 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ കാൽനടയായിട്ടാണ് ഈ ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്യുന്നത്. സ്റ്റേയും കാര്യങ്ങളും നമ്മൾ ടെൻ്റാണ്. പിന്നെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഈ ഒരു വീഡിയോ നമ്മുടെ വിജയിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലാണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് കാണാൻ പറ്റിയ അതായിരിക്കും ഏറ്റവും സന്തോഷമുള്ളൊരു മൊമെൻറ്റും. എന്തായാലും ആദ്യം ചെന്നൈയിലെത്തുക, പിന്നെ പതിയെ അതിനുള്ള വഴി ഒരുങ്ങുമെന്നാണ് വിശ്വാസം. മുഖ്യമന്ത്രി പദവിയിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ചെന്നൈയിൽ എത്താനാകുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഇരുവരും നടത്തം ആരംഭിച്ചത്. എൻ്റെ പേര് റാഫി എന്നാണ്. എൻ്റെ സ്വദേശം വരുന്നത് കോട്ടയമാണ്. നടന്നാണ് നമ്മൾ യാത്ര പോകുന്നതുകൊണ്ട് എത്ര ദിവസവും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. എന്നാലും ഒരു 10-12 ദിവസത്തിനുള്ളിൽ അതിന് ഉള്ളിൽ നമ്മൾ മാക്സിമം എത്തും. അതാണ് നമ്മുടെ ഒരു വിശ്വാസം. കോട്ടയം സ്വദേശിയാണ് മുഹമ്മദ് റാഫി. ഉമ്മു ഷഹനാമോളെ വിവാഹം കഴിച്ചതിന് ശേഷം താനൂരിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു.